ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മെൻസു. ഞാനൊരു ഫൈനൽ ഇയർ Mbbs സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി എങ്ങനെ പഠിക്കാം എന്നല്ല, കെമിസ്ട്രിയിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഈ 2 മാസം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ എനിക്ക് കെമിസ്ട്രിയിൽ 151 ഔട്ട് ഓഫ് 180 ആയിരുന്നു മാർക്ക്. ഐ അറ്റൻഡ് 44 ക്വസ്റ്റ്യൻസ്. അതിൽ 5 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഈ 5 ക്വസ്റ്റ്യനും ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവസാന 2 മാസം ചെയ്ത ഒരു വലിയ മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് ഈ 5 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഈ 5 ഫിസിക്കൽ കെമിസ്ട്രി തെറ്റാൻ കാരണം ഞാൻ 2 മാസം ഫിസിക്കൽ കെമിസ്ട്രി ചെയ്ത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി കാണുമ്പോൾ എനിക്ക് ഇക്വേഷൻ അറിയാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. അവസാനത്തെ ആൻസർ എത്തുന്ന വരെ ഞാൻ ചെയ്യില്ല. എനിക്ക് കിട്ടുന്നുണ്ട്, ഓക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഞാൻ ഈ 2 മാസം ഈ മോക്ക്, നമുക്ക് തിരക്കാണല്ലോ, നമുക്ക് ഫിസിക്സ് ചെയ്യാനുണ്ട്. ഫിസിക്സിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് 2 മാസം. ഫിസിക്സ് കുറച്ച് വീക്കായിരുന്നു എനിക്ക്. അപ്പോൾ ഫിസിക്സിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 മാസം സമയം, 2 മാസം അല്ല അതിന് മുന്നേ ഞാൻ ഈ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മെയിൻലി ഈ 2 മാസം ഈ മോക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ, മോക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നല്ലാതെ വേറെ ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കാണുമ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യും. ഫൈനൽ ആൻസർ നോക്കില്ല, ഫൈനൽ ആൻസർ എത്തിക്കില്ല. ജസ്റ്റ് ഇക്വേഷൻ അറിയാം, ചെയ്ത് നോക്കും, കിട്ടുന്നുണ്ട്, അങ്ങനെ പോയിരുന്നതാണ്. ആൻഡ് എക്സാമിന് അന്ന് എനിക്ക് ഞങ്ങളുടെ എക്സാമിന് ഓപ്ഷൻസ് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ 7, 8 ഞാൻ കാണിക്കാട്ടോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. 5 എണ്ണം എനിക്ക് ഓർമ്മയില്ല ഏതാ തെറ്റിച്ചെന്ന്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് തെറ്റിച്ചത്. അപ്പോൾ ഞാനത് കാണിക്കാം അവിടെ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ക്ലോസ് ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ചെയ്യണം. എനിക്കാണെങ്കിൽ 2 മാസം ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി അധികം ചെയ്ത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രോക്സിമേഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എല്ലാ ഓപ്ഷൻസും വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു. അപ്രോക്സിമേഷൻ എടുത്താൽ എന്തായാലും നമുക്ക് എങ്ങനെ അപ്രോക്സിമേഷൻ എടുത്താൽ ഈ 4 ഏതെങ്കിലും ഓപ്ഷൻ കിട്ടുന്ന രീതിയിലായിരുന്നു ഓപ്ഷൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് വീക്കായിട്ടല്ല, ഫിസിക്കൽ കെമിസ്ട്രിയിൽ എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് മാർക്ക് പോയത്. ഈ 5 മാർക്ക് പോയത്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 into 5 അത് നെഗറ്റീവ് അല്ല. 5 into 5 25 മാർക്സ് പോയി. എനിക്ക് 639 ആയിരുന്നു മാർക്ക്. അപ്പോൾ +25 എത്രയാ? ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് മാത്സ് കുറച്ച് വീക്ക്. സോ അത് ആവേണ്ട മാർക്കായിരുന്നു. കാരണം ഫിസിക്കൽ കെമിസ്ട്രി അങ്ങനെ അധികം ആർക്കും തെറ്റുന്നല്ല, വളരെ ഈസി ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രിയുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. ജസ്റ്റ് ഇക്വേഷൻ എല്ലാം ചെയ്ത് നോക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ അപ്രോക്സിമേഷൻ എടുത്തു സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പീഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 2 മാസം ഞാൻ ഈ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കാത്തതുകൊണ്ട് പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ മൊത്തം ആൻസർ കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ്, അതായത് പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെ രീതിയിൽ, അതായത് ഇപ്പോൾ 29.99, 29.98 ഇങ്ങനെ വരുന്ന വ്യത്യാസങ്ങളുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതാണ് എനിക്ക് തെറ്റിപ്പോയത്. അപ്പോൾ അതിൽ എത്ര പോയിന്റ് ഉള്ളതാണ് ആക്ച്വൽ വാല്യൂ, അതായത് ഇപ്പോൾ 3 പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉള്ളതാണോ എടുക്കേണ്ടത്, പോയിന്റ് കഴിഞ്ഞിട്ട് 1 നമ്പർ ഉള്ളതാണോ എടുക്കേണ്ടത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴും എനിക്കത് ഓർമ്മയില്ല. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് 1 നമ്പർ ഉള്ളതല്ല, കൂടുതൽ നമ്പേഴ്സ് ഉള്ളതാണ് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ അത് നിങ്ങൾ നോക്കാം. കാരണം ഓപ്ഷൻസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്രോക്സിമേഷൻ എടുത്താണ് എനിക്ക് പറ്റിയ അബദ്ധം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഫിസിക്സിൻ്റെ പിന്നാലായിരിക്കും. ഉറപ്പായിട്ടും ഫിസിക്സ് ആയിരിക്കും എല്ലാവർക്കും വീക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഇപ്പോൾ ഈ സമയത്ത് ഫിസിക്സ് കുറേ ചെയ്ത് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രി വിടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി എല്ലാവരും പറയും ഫിസിക്സ് ആണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുക, റാങ്ക് നിങ്ങൾ ഫിസിക്സിലാണ് തീരുമാനിക്കുക, ഫിസിക്സ് ആയിരിക്കും. കാരണം ഫിസിക്സ് ആണ് കോമ്പറ്റീഷൻ വരുന്ന ഭാഗം. കാരണം കൂടുതൽ ഫിസിക്സ് ശരിയാക്കുന്നവർക്ക് റാങ്ക് കൂടും. പക്ഷേ എനിക്ക് ഫിസിക്സിൽ 133 ആയിരുന്നു മാർക്ക്. പക്ഷേ ആക്ച്വലി കെമിസ്ട്രിയാണ് എൻ്റെ റാങ്ക് തീരുമാനിച്ചതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം എനിക്ക് 5 ക്വസ്റ്റ്യൻ ഫിസിക്കൽ കെമിസ്ട്രി അതെല്ലാവർക്കും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട്. അപ്പം നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. 2 മാസം സമയം ഞാൻ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിൻ്റെ പിന്നാലെ പോയിട്ട് എൻ്റെ മാർക്ക് ലൂസായി കെമിസ്ട്രിയിൽ. അതും തിയറി അറിയാണ്ടല്ല, ഇക്വേഷൻ അറിയാണ്ടല്ല, ചെയ്ത് പഠിക്കാത്തതുകൊണ്ട് ചെയ്ത് തെറ്റിപ്പോയി. കാരണം ആ ടൈമിനുള്ളിൽ നമുക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണമല്ലോ. ആദ്യമേ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവസാന ടൈമിൽ നമുക്ക് കിട്ടുന്ന പ്രാക്ടീസ് എന്തായാലും വേണം. ആ 2 മാസം സമയം, പിന്നെയുള്ള 2 മാസം സമയം നമുക്ക് നല്ല സ്പീഡിൽ പ്രാക്ടീസ് വേണം. അപ്പോൾ കെമിസ്ട്രി എത്ര അറിയാമെന്ന് പറഞ്ഞാലും
ഫിസിക്സ് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇതാണ്, കെമിസ്ട്രി ചെയ്ത് പഠിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ എൻ്റെ പോലെ കുറേ മാർക്ക് പോകും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാം.